എടാ മാധവ് സുരേഷ് ഗോപിന്റെ മോനെ, എടാ തെണ്ടി സുരേഷ്, നമ്മള് തമ്മിൽ പ്രശ്നമൊന്നും വേണ്ട. മാധവ് സുരേഷ് എന്ന് പറയുന്ന സുരേഷ് ഗോപിന്റെ മോനെ നിന്നോടും പറയാണ്, എന്തോ സംഭവമുണ്ട്, എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. നീ ഇന്ന് ഇന്റർവ്യൂ ന്യൂസ് എയ്റ്റിൽ പറഞ്ഞില്ല ഞാൻ 1 ലക്ഷം രൂപ വെച്ച് വാങ്ങിയെന്ന്. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. എവിടെയാണോ തെളിവ് കാണിച്ചു പറയടാ. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ, മുതലാളി മറന്നുപോയതാ. തെളിവ് കാണിച്ചു പറയടാ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഞാനുണ്ടല്ലോ ഒരാടുന്ന ഒരു കാലിച്ച വായിച്ചു കുടിക്കാത്ത ഒരാളാ ഞാൻ. ദമു എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. എന്നെ അറിയുന്ന ആൾക്കാർക്ക് എന്നെ അറിയാം, മനസ്സിലായോ? സിനിമാക്കാർ പട്ടികളെ. നമ്മളെയാണല്ലോ മച്ചമ്പി. അംഗമട്ടഹാസം എന്ന് പറഞ്ഞ സിനിമ, എടാ മാധവ് സുരേഷ്, നാണം ഉണ്ടെങ്കിൽ നീ നിനക്ക് എവിടുന്നാടാ തെളിവ് കിട്ടിയത്? എന്താ ഉറക്കം വരുന്നു. ഞാൻ പൈസ വാങ്ങിച്ചത് എവിടെയാണ്? പൈസ വാങ്ങിച്ചത് പറയടാ മാധവ് സുരേഷ്. പാണ്ടിക്കരിമ്പാറ പോലെയാ മോനെ നിന്റെ അച്ഛന്റെ സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ ഫാനായിരുന്നു ഞാൻ ഒരു കാലത്ത്, അറിയോ? അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ചിന്താമണി കൊലക്കേസില് ടോട്ടൽ ഡിസ്ട്രക്ഷൻ എന്ന് പറയുമ്പോ കയ്യടിച്ചവണ ഞാൻ. ഈശ്വര, ഒരു തന്തയ്ക്ക് ഗതികേട് വരരുത്. ഞാൻ പൈസ വാങ്ങിയതിന് എന്തെങ്കിലും കണക്ക് കാണിച്ചു തന്നാൽ ഈ പണി ഞാൻ നിർത്തും. നിന്നെപ്പോൾ ഊലാമ്പികൾക്ക് ചെറുക്കാനല്ല. എടാ താടി, കള്ളത്താടി, പരട്ടത്താടി, ഞാനാ നിന്നെ ഞാൻ പൊക്കിയിരിക്കും കേട്ടോ. കുറുപ്പ് സാറിന് ഇപ്പൊ അവന്മാരുടെ കൈ കിട്ടിയ കുറുപ്പ് സാറിന്റെ കാര്യം പോക്കാം. 4.5 കോടി നിനക്ക് നാണല്ലടാ. 4.5 കോടി ഈ മറ്റേ മാധവ് സുരേഷിനെ വെച്ചിട്ട് 4.5 കോടി മുടക്കിയെന്ന്. മറ്റേ GT വാങ്ങിച്ച് അച്ഛൻ്റെ ചില GT വാങ്ങിച്ച് EMI അടിച്ച് നടക്കുന്നതല്ലേ നീ? ഇന്നത്തോടു കൂടി ഞാൻ ഈ ഫീൽഡ് വിടാം. ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി.